ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല ഈ സമയത്തിനായി തിരുവനെ വാഴ്ത്തപച്ചാതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവം നല്ലവനും മതിയായവനും കർത്താവെ വാക്കുമാറാത്തവനും വിശ്വസ്തനുമായി നിത്യൊരു പിതാവായി കർത്താവെ ഞങ്ങളുടെ കൂടെ നീ ഉള്ളത് കൊണ്ട് ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മഹത്വമേറിയ കരം, നിന്റെ ജീവനുള്ള കരം, നിന്റെ ശക്തിയുള്ള കരം, നിന്റെ ബലപ്പെടുത്തുന്ന കരം, താങ്ങുന്ന കരം, സഹായം ചെയ്യുന്ന കരം, ഞങ്ങളെ കർത്താവേ സ്തോത്രം ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കരം ഞങ്ങളുടെ കൂടെ ഇരിക്കാനായി സ്തോത്രം. നിന്റെ കരങ്ങളിലേക്ക് MAG ഹോസ്പിറ്റൽ വായിച്ചിരിക്കുന്ന അത്ര കുഞ്ഞുങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ കൊണ്ടുതരുന്ന കർത്താവെ, നിന്റെ പാതപെടുത്തി കൊണ്ടുവയ്ക്കുന്ന കർത്താവെ, കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു ഈ പ്രാർത്ഥന കർത്താവെ സത്യമായിട്ട് ഏറ്റെടുത്ത് സന്തോഷത്തോട് ഇത് കേൾക്കവും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ. വ്യക്തിപരമായി അവരെ നീ ബലപ്പെടുത്തണം, അവർക്ക് നീ സഹായം ചെയ്യണം. അവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും, കണ്ണുനീരും, പ്രയാസങ്ങളും, വേദനകളും, അവരനുഭവിക്കുന്ന സകല പങ്കപ്പാടുകളും, മാറായുടെ അനുഭവങ്ങളും കർത്താവെ, ഏതെല്ലാം വേദനകൾ, ഏതെല്ലാം കഷ്ടങ്ങൾ, ഏതെല്ലാം പ്രയാസങ്ങൾ, ഏതെല്ലാം കണ്ണുനീര് അവരനുഭവിക്കുന്നതിനെല്ലാത്തിൽ നിന്നും ഇതിന് ഈ പ്രാർത്ഥന മൂലം ഒരു വിടുതൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങി കൊടുക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന പ്രതിഫലമില്ലാതെ പോകരുത്, ഈ പ്രാർത്ഥന മറുപടിയില്ലാതെ തിരിച്ചു വരരുത്. കർത്താവെ, സ്വർഗം ഇதை അംഗീകരിച്ച് ഏറ്റെടുത്തിരിക്കാനായി സ്തോത്രം. ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ, ഇനി നടത്തോ നീ ശക്തനായിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു നാളും ഒരുത്തരും ഇതിനകത്ത് നഷ്ടപ്പെടുവാനോ, കഷ്ടപ്പെട്ടു പോകുവാനോ, കൈവിടപ്പെട്ടു പോകുവാനോ, നിന്റെ വരവെങ്കിൽ പ്രത്യാശയില്ലാത്തവരായിരുന്ന് കർത്താവെ തള്ളപ്പെടുവാൻ ദൈവം സമ്മതിക്കരുത്. അപ്പച്ച സമ്മതിക്കരുത്. എല്ലാവരും കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കർത്താവെ നീ ബലപ്പെടുത്തണം, സഹായിക്കണം. ദൈവകൃപയിൽ, ദൈവബലത്തിൽ, ദൈവ സന്തോഷത്തിൽ, ഒരാനന്ദത്തിൽ ഇതിന്റെ കുഞ്ഞുങ്ങൾ നിറഞ്ഞു തുളുമ്പുവാൻ കർത്താവ് സഹായിച്ചായിട്ട് കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. അടിയനെ ബലപ്പെടുത്തണം. ഇത്രത്തോളം നടത്തിയല്ലോ, അതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുനർനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് MAG ഹോസ്പിറ്റൽ വൈസ് മൂലം പ്രാർത്ഥനയിലിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞ് നിങ്ങളെ വാഴ്ത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1152 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ദൈവം തുടർന്ന് നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. കർത്താവിൻ്റെ ആശ്വാസം, ദൈവത്തിൻ്റെ മഹത്വമുള്ള കരം നിങ്ങളുടെ കൂടെ ഇരുന്ന് ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ. കഴിഞ്ഞ ദിവസം ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നു. അനേകർ എനിക്ക് വോയിസ് മെസ്സേജ് ഫോണിലൂടെയും വന്ന് ഈ പ്രാർത്ഥന എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ് അനേകർ അതേക്കുറിച്ച് സന്തോഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കാൻ വിശ്വസിക്കുന്നു. മറുപടിയും ഇന്നേ ദിനത്തിൽ നാം അതിൻ്റെ 3-ാമത്തെ വാക്യം ധ്യാനിക്കാൻ പോവുകയാണ്. 3-ാമത്തെ വചനം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു ഇന്നലെ ഈ 6-ാം അധ്യായത്തിന്റെ 1-2 വചനം ഞാൻ എടുത്താലും നിങ്ങൾ ഈ അധ്യായം മുഴുവനും ഇന്നലെ വായിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ വായിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും ഞാൻ പറയുന്നു, ഇന്ന് ഒറ്റ വാക്യം ഞാൻ എടുക്കുന്ന 3-ാമത്തെ വാക്യം ആണ്. നിങ്ങൾ ഇന്ന് ഈ അധ്യായം മുഴുവനും വായിക്കണം. അങ്ങനെയെങ്കിൽ ഈ 6-ാം അധ്യായം കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ദൈവം തരാൻ പോവാം. നിങ്ങളുടെ സ്ഥിതി മാറും, നിങ്ങളുടെ വേദന മാറും, കണ്ണുനീര് മാറും, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ മാറും. എല്ലാ വിധത്തിലും ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കാനാണ് ഈ പ്രാർത്ഥന ദൈവം നമുക്ക് ഈ പകുതി തന്നിരിക്കുന്നത്. അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യാതെ പറയുന്നത് പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ, അനുസരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ നടത്തും. ഓക്കെ. 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ദാനിയേൽ 6:3 പറയുന്നത്, എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായി ഇരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ. അവിടെ നോക്കുമ്പോൾ 120 പേര്, അതിനുശേഷം എത്ര പേര്? 3 പേര്. ഇവിടെ നമ്മൾ അങ്ങനെയല്ലേ കാണുന്ന 1-ാമത്തെ വാക്യം. രാജ്യം ഒക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും എന്നവിടെ നമ്മൾ കണ്ടു. അങ്ങനെങ്കിൽ 123 പേര്. 123 പേരിൽ ദാനിയേൽ നമ്പർ 1, അവൻ താൻ പ്രധാനി. ഈ 122 പേരും ദാനിയേലുക്ക് താഴെ വേണം നിൽക്കാൻ, ദാനിയേൽ പറയുന്നതെന്ന് കേൾക്കാൻ. അതുമാത്രമല്ല, രാജ്യത്തിന് മുഴുവനും ദാനിയേൽ ഇടുന്ന ഓർഡർ. ആ സ്ഥാനത്തിലേക്ക് ദൈവം ദാനിയേലെ കൊണ്ടുവരാൻ കാരണം നിങ്ങൾ ഇതിനകത്ത് വായിച്ചു നോക്കിയേ. എത്രാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെന്നൊന്നും അതിനകത്തില്ല. അവൻ്റെ ഡോക്ടറേറ്റ് ഇല്ല, ഡിഗ്രി ഇല്ല, അവൻ്റെ ഹൈറ്റോ വെയിറ്റോ അവൻ്റെ സ്റ്റൈലൊന്നും ഇതിനകത്തൊന്നുമില്ല. അവൻ്റെ ജാതി കൊലങ്ങളൊന്നും അല്ല ഇവിടെ മുഖ്യം. അവൻ്റെ ഹൃദയത്തിനകത്ത് തമ്പുരാന്റെ ഒരു വിശേഷ അഭിഷേകം ഉണ്ടായിരുന്നു. തമ്പുരാൻ അവനെ അഭിഷേകം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. തമിഴ് ബൈബിളിൽ ദാനിയേലിന് വിശേഷിച്ച ഒരു ആവി ഇരുന്നു എന്നാണ് തമിഴ് ബൈബിളിൽ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മലയാള തർജ്ജമയിൽ അത് വ്യത്യാസമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ വേറെ വിധമായി കൊടുത്താലൂടെ പറയുന്നത്, എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായി ഇരുന്നത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിൽ മറ്റുള്ള എല്ലാവരുടെ പാർവയ്ക്കും നോക്കത്തിലും ദാനിയേൽ കുറച്ച് വ്യത്യാസമാണ് ഒരു മനുഷ്യൻ.
ഇന്ന് അനേകർ പരിശുദ്ധാത്മാവിനെ കാലിന്റെ താഴെയിട്ട് ചവിട്ടുന്ന ഒത്തിരി പേരുണ്ട്. കാർക്കിച്ച് തുപ്പിക്കളയുന്ന ഒത്തിരി പേരുണ്ട്. വലിച്ചെറിയുന്ന ഒത്തിരി പേരുണ്ട്. അഭിഷേകം പ്രാപിച്ചതിന് ശേഷം അത് തകർത്ത് കളഞ്ഞവർ ഒത്തിരി പേരുണ്ട്. കൃപ ലഭിച്ചവർ കൃപ നഷ്ടപ്പെടുത്തിയവരുണ്ട്. വരങ്ങൾ ലഭിച്ചവർ വരങ്ങളെ വലിച്ചെറിഞ്ഞവരുണ്ട്. പണത്തിന് വേണ്ടി, തന്റെ അന്തസ്സിന് വേണ്ടി, എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിച്ചവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ എത്രയോ പേര്. ആരുടെയും പേര് ഞാൻ പറയാൻ, ഇപ്പോൾ ഒരാൾ മരിച്ചല്ലോ, ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാൾ മരിച്ചല്ലോ. അങ്ങയുടെ പണ്ട് കാലത്തിൽ എത്രമാത്രം ശ്രേഷ്ഠനായിരുന്നു, എത്രമാത്രം ശക്തനായിരുന്നു. അങ്ങയുടെ സുവിശേഷ പ്രസംഗം പോകാത്ത രാജ്യങ്ങൾ, ദേശങ്ങളുണ്ടോ? കാടിലും പട്ടണത്തിലും ഗ്രാമങ്ങളും കുടിൽ മുതൽ കൊണ്ട് കൊട്ടാരം വരയ്ക്കും എല്ലാവരും കേൾക്കുവാൻ താല്പര്യത്തോടിരുന്ന ഒരു നല്ല ഒരു പ്രാസംഗികനല്ല ഇപ്പൊ സമീപത്തിൽ ദുബായിൽ മരിച്ചു പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പോ തനിക്ക് കിടച്ച ആ സ്ഥാനത്തെയും തന്റെ അന്തസ്തെയും തന്റെ എല്ലാ മഹിമയെയും ഈ പണത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, ലോകപ്രസിദ്ധിക്ക് വേണ്ടി തന്റെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടി സേഫ്റ്റിയാകെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേ അങ്ങോട്ട് വിറ്റു, ഇതേ ഇങ്ങോട്ട് കയ്യിലോട്ട് മേടിച്ചു. അങ്ങയുടെ മരണം എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇഷ്ടം പോലെ ഇട്ടുമൂടാൻ ഉണ്ടായിരിക്കും. അതൊന്നും നിന്റെ കൂടെ വന്നില്ലല്ലോ. എന്തെങ്കിലും പെട്ടിക്കകത്ത് വെച്ചാന്ന് അയച്ചത്, ഒന്നും അയച്ചിട്ടില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇതെല്ലാം നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലായി, ആരെയും കുറ്റം പറയുന്നതല്ല. അഭിഷേകം, ദൈവത്തിന്റെ നാമത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ അഭിഷേകത്തെ പുച്ഛീകരിക്കരുത്, അഭിഷേകത്തെ തള്ളിക്കളയരുത്. അഭിഷേകമില്ലാത്തവർ മുട്ടയിൽ നിന്ന് അഭിഷേകം, ഒരുത്തൻ ജലത്തിനാലും ആത്മാവിനാലും ജലിച്ചില്ലെങ്കിൽ അവൻ സ്വർഗരാജ്യം പോകാൻ പറ്റത്തില്ല. യോർദാൻ നദിയിൽ യോഹന്നാന്റെ കയ്യിൽ യേശു സ്നാനപ്പെട്ട് കരയേറിപ്പോയത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നില്ലേ? എത്രമാത്രം ശക്തമായിട്ട് അവിടെ വെളിപ്പെട്ടത്. ആ പരിശുദ്ധാത്മ ശക്തിയല്ലേ പുള്ളി മരുഭൂമിയിലേക്ക് നടത്തിയത്. ആ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ തന്റെ കൂടെ ഇരുന്നത് ആരാ? പരിശുദ്ധാത്മാവല്ലേ. തുടർന്ന് അടുത്ത 3.5 ആണ്ടുകാലം തന്റെ ശുശ്രൂഷയിൽ ശക്തീകരിച്ചത് ആരാ? പരിശുദ്ധാത്മാവല്ലേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പോയി നിങ്ങൾക്ക് വേറെ ഒന്ന് അയക്കാന്ന് പറഞ്ഞത്, എന്തോ അയക്കാന്ന് പറഞ്ഞത്? മണിയോടാണോ അയക്കാന്ന് പറഞ്ഞത്? പണമാന്ന് ഇല്ല, പരിശുദ്ധാത്മാവിനെയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നിങ്ങൾ ബലം പ്രാപിച്ച് യെരുശലേമിലും യൂദയായിലും മുഴുവൻ സകല ദേശത്തിലും സാക്ഷികളായിരിക്കുമെന്നല്ല ഇരിക്കുന്നില്ല കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അഭിഷേകം ഇല്ലെന്ന് പറയുന്നവൻ അവൻ ആരാ നിങ്ങൾ ചിന്തിച്ചോണം. അഭിഷേകത്തിന് വിരോധമായി പ്രസംഗിക്കുന്നവൻ ആരാ നിങ്ങൾ ചിന്തിച്ചോണം. അതിന് കൈയടിക്കുന്നവൻ ആരാ നിങ്ങൾ ചിന്തിച്ചോണം. അവന്റെ പുറകെ പോകുന്നവൻ ആരാ നിങ്ങൾ ചിന്തിച്ചോണം. നിനക്ക് ആരുമില്ല. ഇതെല്ലാം വിട്ടേര്. നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എന്തുവാ? നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലോട്ട് പോകത്തില്ല. അതിനുള്ള യോഗ്യത നമുക്കില്ല. നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കാനുള്ള യോഗ്യത എനിക്ക് നിങ്ങൾക്ക് ഇന്നും ഇല്ല. പക്ഷേ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അരികത്തൊരാൾ മുട്ടേ നിൽക്കുക, നമുക്ക് വേണ്ടി കരഞ്ഞ് വ്യാകുലപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ആ പ്രാർത്ഥനയെ സ്വർഗത്തെ. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ചൊറി പിടിക്കാതെ, ചടങ്ങ് പിടിക്കാതെ, നമ്മൾ ചാകാതെ ജീവനോട് ഇരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ മിടുക്കോ നമ്മുടെ സ്തോത്രാഴ്ചയോ ദശാംശം ഒന്നും അല്ല. ദൈവം തമ്പുരാൻ നമ്മുടെ അരികത്തിരുത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ശ്വാസം മുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന കേട്ട ദൈവം നമ്മളെ നിലനിർത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തുവാണ്, അതിന്റെ വില എന്തുവാണ്? യെശയ്യാ പ്രവാചകൻ എന്താ പറഞ്ഞു? അയ്യോ, ഞാൻ അശുദ്ധ ഉദരമുള്ള ജനങ്ങൾ മധ്യയിലാണ് ജീവിക്കുന്നത്, എന്റെ നാവും അശുദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ അവനെ വലിച്ചെറിഞ്ഞോ? ഇല്ല. സ്വർഗം തുറന്നില്ലേ? ദേവദൂതൻ തൊഴിലെ ഒരു നല്ലൊരു തീ കഷ്ണം എടുത്ത് നാക്കെ തൊട്ടില്ല, അവനെ പ്രവാചകനാക്കിയില്ലേ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ തീ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഇറങ്ങണം. ഈ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകമില്ലാത്തൊരു അഭിഷേകം പ്രാപിക്കണം, ശക്തിയില്ലാത്തൊരു ശക്തി പ്രാപിക്കണം, ഒരു പുതുപ്പിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങളിപ്പോൾ ഭവനത്തിൽ കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നത്. 2 പേരായിരിക്കും, 3 പേരായിരിക്കും, ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്കായിരിക്കും. എവിടെ ഇരുന്നാലും പരിശുദ്ധാത്മാവ് നിങ്ങളിപ്പോൾ വ്യാപരിക്കണം. ആത്മാവിന്റെ ഒരു വലിയ ഒരു ഒഴുക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഓടി വരണം. ഇതുണ്ടെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളെ ഉയർത്തി വയ്ക്കത്തുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ചിലരുടെ കുറിവാക്യം എന്തുവാണ്? നമ്മൾ രാജാവിന് നഷ്ടം ഉണ്ടാക്കരുത്, രാജാവിന് നമ്മൾ കണക്ക് കൊടുക്കണം. ഇതാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചത്. കണക്ക് കൊടുക്കണം, നഷ്ടമുണ്ടാക്കരുത്. അപ്പൊ കണക്കും കൊടുക്കണം, നഷ്ടം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ, ഞാൻ ഒന്ന് പറയട്ടെ, ഈ 123 പേരിലെ 122 പേർക്കുള്ള ഈ അഭിഷേകമില്ല. ദാനിയേലിന് മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. അത് വിശേഷമായിട്ടുള്ള ഒരു അഭിഷേകമാണ്. ആ അഭിഷേകമാണ് അവനെ മേലെ കൊണ്ടുവച്ചത്, ഉയർന്ന സ്ഥാനത്തിൽ കൊണ്ടുവച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്നവര്, വിശ്വസിക്കുന്നവര്, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഒത്തിരി താഴെയായിരിക്കും. മറ്റുള്ള പാസ്റ്റേഴ്സ് എല്ലാം ലീഡ് ചെയ്ത് മേലോട്ട് പോകാതിരിക്കും. പേടിക്കരുത്. ഇവിടുന്ന് കർത്താവ് നിന്നെ മേലെ കൊണ്ടുവയ്ക്കും. എല്ലാവർക്കും സൂപ്രണ്ടായി ദൈവം കൊണ്ടുവയ്ക്കും. കമ്പനിയിലെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒത്തിരി വേദനയോടായിരിക്കും ഇരിക്കുന്നത്. പേടിക്കരുത്. അവിടെ നിങ്ങളെ എല്ലാവരും ചവിട്ടുന്നുണ്ടായിരിക്കും, നിങ്ങൾ നാണം കെടുത്തുന്നുണ്ടായിരിക്കും, നിങ്ങളെ കാർക്കിച്ച് തുപ്പുന്നുണ്ടായിരിക്കും. പേടിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്കുള്ള ഉണ്ടെങ്കിൽ, നീ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ പാടുന്നുണ്ടെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്നു, ഈ ദാനിയേലിനകത്തിരുന്ന അഭിഷേകത്തിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ദൈവം നിങ്ങളെ ഉയർത്തും.
അവിടെ 1000 പേര് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നിനക്ക് മാത്രമേ അഭിഷേകമുള്ളൂ. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ കൊണ്ട് നിർത്തോടെ. ദൈവം വാലാക്കാതെ തലയാക്കുന്ന ദൈവമാണ്. ദൈവം ഉയർത്തുന്നവൻ താഴ്ത്തുന്ന ഉയർത്തുന്ന ദൈവമാണ്. ഉന്നത സ്ഥാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക, പൂർണ്ണമായി നിങ്ങൾ ആനന്ദത്തോടെ കടന്നു വരിക. അവിടാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്, അവിടാണ് ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്നത്, അവിടാണ് ദൈവശക്തി നിങ്ങളെ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇവിടെ പറയുന്ന കണ്ടോ, എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായി ഇരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഇന്ന് രാജാതിരാജ നിങ്ങളെ സകലത്തിനും മേലെ ഉന്നതത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റെടുക്കണം, വിശ്വസിക്കണം, കണ്ണുനീരോടെ സമർപ്പിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവ് കൈവിടത്തിൽ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഇന്നത്തെ ദിവസം ഈ 1152 ദിവസം ഒരു പ്രാവശ്യം കൂടി ഈ പുസ്തകം ഞങ്ങൾക്ക് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങൾ കൃപ തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാണ്. നിന്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ കടന്നു വന്ന് നിന്നെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ആലോചനയും ഇന്നത്തെ പ്രാർത്ഥനയും നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി 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 അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഈ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ വ്യാപരിക്കട്ടെ പച്ച. നിന്റെ ശക്തി കുഞ്ഞുങ്ങളിൽ ഇറങ്ങട്ടെ പച്ച, ഇറങ്ങട്ടെ പച്ച, ഇറങ്ങട്ടെ പച്ച. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. ആരെല്ലാം ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതിരിക്കുന്നു, ഇന്നേക്കൊരു അഭിഷേകം നിന്റെ കുഞ്ഞുങ്ങൾ മേൽ പകരണമേ, അവരുടെ ശിരസിന്മേൽ പകരണമേ. അന്ന് അഹരോന്റെ ശിരസിൽ ഊറ്റിയ അഭിഷേകം, ദാവീദിന്റെ ശിരസിൽ ഊറ്റിയ അഭിഷേകം, കർത്താവേ 120 പേര് മേൽ ഊറ്റപ്പെട്ട അഭിഷേകം ഇന്ന് നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നീ പകരണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഒരു തടസ്സമോ ഒരു വേദനയോ കണ്ണീരോ വന്ന് നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ ദൈവം സമ്മതിക്കരുത്. ഒരുത്തരും കൈവിട്ടു പോകുവാൻ, ഒരുത്തരും നശിക്കുവാൻ, ഒരുത്തരും തകരുവാൻ, ഒരുത്തരും പൈശാചികളുടെ തന്റെ ദുഷ്ട ആലോചനയിൽ കർത്താവേ തന്റെ മൈൻഡ് അതിനകത്ത് വീഴുവാൻ, തന്റെ ആത്മാവിനെ വിറ്റുകൊടുക്കുവാൻ, നഷ്ടപ്പെടുത്തുവാൻ, കൃപ നശിപ്പിക്കുവാൻ ദൈവം സമ്മതിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തി ഒവ്വൊരു മൺപാത്രത്തിലും മൺകൂടാരത്തിലും ഇപ്പൊ തീ പോലെ ഇറങ്ങട്ട്, തീ പോലെ ഇറങ്ങട്ട്. ഓരോരുത്തരുടെ മേലും തീ ഇറങ്ങട്ട്, യേശുവിന്റെ നാമത്തിൽ തീ ഇറങ്ങട്ടെ വെച്ച. നിന്റെ ശക്തി കുഞ്ഞുങ്ങളിൽ ഇറങ്ങട്ട്, ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്ഭുതത്തിന്റെ കരം, വിടുതലിന്റെ കരം, മഹത്വമുള്ള കരം. കർത്താവേ സ്തോത്രം. ഓ ഹല്ലേലൂയ. എല്ലാരെക്കാട്ടിലും മേന്മயான സ്ഥാനങ്ങളെ കൊണ്ട് നിർത്തുന്ന ആ ഉന്നതത്തിന്റെ കരം ഇപ്പൊ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരണം. ഇപ്പോൾ ഈ ആത്മാവിന്റെ ശക്തി അവർ വ്യാപരിക്കുമ്പോൾ രോഗക്കടക്ക വലിച്ചെറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാൻ, ആത്മാവിന്റെ തീ കത്തി ചാടി എഴുന്നേൽക്കുവാൻ, അഭിഷേകത്തിൽ നിറയുവാൻ, ദൈവനാമത്തിൽ മഹത്വപ്പെടുത്തുവാൻ, ദൈവശക്തി വ്യാപരിക്കുവാൻ. തീക്കനലായി 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 റബലഗദന ബൗഡാ. ഓ തീക്കനലായി നിന്റെ കുഞ്ഞുങ്ങളെ മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എല്ലാ തടസ്സങ്ങളും, എല്ലാ കണ്ണുനീരും, എല്ലാ ശാപങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ പാപങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴത് മാറട്ടെ. എല്ലാ മൂഢനമ്പിക്കകൾ, മൂഢവിശ്വാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. പരിശുദ്ധാവിക്ക് വിരുദ്ധമായി പേശുകിற ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവേ ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അത് നിമിത്തം ഒരു ശാപം തനിക്കോ തന്നെ തലമുറയ്ക്ക് വരും ദൈവം സമ്മതിക്കരുത്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഒരുത്തൻ ജലത്തിനാലും ആത്മാവിനാലും ജലിച്ചേ ഒക്കത്തുള്ളൂ. കർത്താവിന്റെ ഉപദേശം നമ്മൾ അനുസരിക്കണം. സ്നാനപ്പെടാത്തൊരു സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം എന്തുവാ? അത് വിലയേറപ്പെട്ട അഭിഷേകമായിരിക്കണം. എല്ലാവരുടെ മേലെയും ഉയർത്തി വയ്ക്കുന്ന, ഉന്നത സ്ഥാനത്തിൽ വയ്ക്കുന്ന ഒരു നിലമയ്ക്ക് നമ്മൾ വരണം. അവിടെ അങ്ങനല്ലേ പറയുന്നത് ദൈവത്തിന്. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഓ ജീസസ്, കർത്താവ് നമ്മളെ അങ്ങനെ മാറ്റാൻ പോകാൻ. നിങ്ങളുടെ സുവിശേഷ വേലയില്, നിങ്ങളുടെ ജോലിയില്, നിങ്ങളുടെ ബിസിനസ്സില്, നിങ്ങളുടെ ഭവനത്തില്, നിങ്ങളുടെ സമുദായത്തില്, നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ ബന്ധുക്കൾ മധ്യയില്, ശത്രുക്കൾ മധ്യയില് കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകാൻ. അതാ ദാവീദ് പറഞ്ഞത്, ശത്രുക്കൾക്ക് മുന്നേ അവൻ എനിക്കൊരു മേശ ഒരുക്കാൻ പോവാ കർത്താവ്. നിങ്ങളുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോവാൻ. നിങ്ങളുടെ പാത്രം തുളുമ്പി നിറഞ്ഞു ഒഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം ഈ പ്രാർത്ഥന മൂലം നിങ്ങളെ നടത്താൻ പോകുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റെടുക്കുക. കർത്താവേ, ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾക്ക് ആ ഭാഗ്യം ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പ്രവചിക്കുവാൻ, ആത്മാവിൽ കർത്താവേ സ്തോത്രം ദൈവത്തെ ധ്യാനിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഏത് സമയത്തും ഞങ്ങളുടെ ഹൃദയത്തിൽ ആ തീ അണല്, ആ തീയുടെ ചൂട് വന്നുകൊണ്ടേയിരിക്കട്ടെ പച്ച. ഞങ്ങൾ അറിയാതെ അന്യഭാഷ സംസാരിച്ചു നടക്കുവാൻ, ജോലി ചെയ്യുവാൻ നീ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ ഒന്ന് പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഒത്തിരി പേര് നിങ്ങൾക്ക് ശത്രു കാണുമായിരിക്കും. നിന്നെ ആ ജോലി പറിച്ചു കളയുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ തകർക്കുവാൻ ഒത്തിരി പേര് കാണും. നിന്റെ ഭവനത്തെ തകർക്കുവാൻ, ഭാര്യ ഭർത്താവിനെ ഭിന്നിപ്പിക്കുവാൻ, കുഞ്ഞുങ്ങളെ തലതെറിച്ച് പോകെ ചെയ്യുവാൻ, നിന്റെ വിളക്കൂതി അണയ്ക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ ഒത്തിരി പേര് നിന്നെ ചുറ്റി കാണും. പേടിക്കരുത്. ഈ തീ നിന്റെ അകത്തുണ്ടെങ്കിൽ, ഈ തീ നിന്റെ അകത്തുണ്ടെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ ഒരുത്തനും നശിപ്പിക്കാൻ പറ്റത്തില്ല. അവന്റെ എല്ലാം മുന്നിൽ കർത്താവ് നിന്നെ ഉയർത്തും.
നീ തലയായിരിക്കും, നീ വാലല്ല തലയായിരിക്കും, നീ താഴ്ന്നല്ല ഉയർന്നു നിൽക്കും, ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. തലയും വാലും എന്ന് പറയുമ്പോൾ അനേകർക്ക് അതുകൊണ്ട് മനസ്സിലാകുന്നില്ല. തലയെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തുവാണ് സഭയ്ക്ക് തല. സഭയാരാണ്? നമ്മളാണ്. നീങ്ങളും ഞാനുമാണ് സഭ. അങ്ങനെയെങ്കിൽ നമ്മുടെ തലയാരാ? നമ്മുടെ ക്രിസ്തു. ആമേൻ. ശരീരം ആരാ? നമ്മളാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തു നമ്മളോട് തലയായി ഒട്ടിച്ചേർന്ന് ഇരിക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആ മഹത്വം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വലിയ വലിയ കരം നമുക്കുള്ളിൽ പ്രവർത്തിച്ച് എല്ലാവരുടെ മുന്നിൽ നമ്മളെ യോഗ്യരുള്ളവരായി മാറ്റി ഉന്നതത്തിലേക്ക് നമ്മളെ ഉയർത്തി വയ്ക്കുവാൻ, ഇതുവരെയ്ക്ക് നമ്മളെ കുനിഞ്ഞു നോക്കിയവരെല്ലാം തല നൂർന്നു നോക്കുവാൻ, കാർക്ക് ചുറ്റിപ്പിയോരെല്ലാം നമ്മുടെ മുന്നിൽ തലകുനി നിൽക്കുവാൻ കർത്താവ് കൃപ തരും. ശത്രുവിന്റെ മുന്നിൽ നിനക്ക് മേശ ഒരുങ്ങുന്നു ഈ അഭിഷേകത്തോട്ട് വരുമ്പോൾ. അതുകൊണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, പേടിക്കണ്ട. ഈ വചനത്തെ നന്നായിട്ട് വായിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു ഈ 6-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞു. ഇന്നും ഞാൻ പറയാണ്, നിങ്ങളത് മുഴുവനും വായിക്കണം. നമ്മുടെ രാജാവിന്റെ ഉദ്ദേശം എന്തുവാ? രാജാവിന് നമ്മൾ നഷ്ടം വരുത്തരുത്. രണ്ടാമത് ദൈവത്തിന് സ്തോത്രം, രാജാവിന് നമ്മൾ കണക്ക് കൊടുക്കണം. ആ ചിന്തയോട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ആലോചനയും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ സ്ഥിതി മാറ്റും, വേദന മാറ്റും, രോഗം മാറ്റും, പ്രയാസം മാറ്റും, പട്ടിണി മാറ്റും, കഷ്ടങ്ങൾ മാറ്റും, പാപങ്ങൾ മാറും, ശാപങ്ങൾ മാറും. ഉന്നതത്തിലേക്ക് ദൈവം ഈ പ്രാർത്ഥനകളെ ഉയർത്തുകയാണ്. ഓക്കെ. കർത്താവേ, പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. നിന്റെ സകല മഹത്വവും തിരുമേനിക്ക് നീ ഉയർന്നിരിക്കണം, താഴ്ന്നിരിക്കണം. നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വൻകാറ്റ് ചെയ്താട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി ഇത് വായിക്കുക, ഏറ്റെടുക്കുക. അഭിഷേകമില്ലാത്തൊരു അഭിഷേകം പ്രാപിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ 4-ാമത്തെ വാക്യം നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ്. ദൈവം നിശ്ചയം നമുക്ക് അത്ഭുതം പ്രവർത്തിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.